എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിനെ പറ്റിയായിരുന്നു. കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂറ്റി, ഓൾജിബ്രൈക് കണ്ടിന്യൂറ്റി തിയറവും പറഞ്ഞാൽ നിർത്തിയത്. ഒന്ന് റീകോൾ ചെയ്യുക. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി? കണ്ടിന്യൂറ്റി പല രീതിയിൽ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം. ആ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഡയറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, given epsilon greater than 0, we need to find delta greater than 0 such that modulus of f of x minus f of c less than epsilon whenever mod x minus c less than delta. ഇതിന്റെ ഇക്വാലന്റില് ഒരു ടോപ്പോളജിക്കൽ, ടോപ്പോളജി എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോപ്പോളജിക്കൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, given epsilon greater than 0, we need to find delta greater than 0 such that f of x belongs to v epsilon f of c whenever x belongs to v delta c. ഇത് കറസ്പോണ്ടിങ് ലിമിറ്റിന്റെ കേസിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആ ഭാഗം വായിച്ചു നോക്കുക ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇത്രേ പറയുന്നുള്ളൂ. എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ, ഗിവൺ എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ ഈ സി ബി ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ ഇന്റർവെൽ എക്സ് മൈനസ് സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ അല്ലേ? അപ്പോ ഇതാണ് ഇന്റർവെൽ എന്നത്. അപ്പൊ എക്സ് ഇതിനകത്ത് വരുമ്പോ എഫ് ഓഫ് എക്സ് എവിടെ വരണം? എഫ് ഓഫ് എക്സ് ഈ പറഞ്ഞ ഇന്റർവെൽ വരണം. എഫ് ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി മൈനസ് എപ്സിലോൺ, എഫ് ഓഫ് സി പ്ലസ് എപ്സിലോൺ. എക്സുകൾ ഇവിടെയാണെങ്കിൽ എഫ് ഓഫ് എക്സുകൾ ഇവിടെ വരണം. എപ്സിലോൺ തന്നിരുന്നാൽ അങ്ങനെ ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. ഇതാണ് അതിന്റെ ടോപ്പോളജിക്കൽ. ഞാൻ സ്പീഡിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ലിമിറ്റിന്റെ കേസിൽ ഡിഫൈൻ ചെയ്തതാണ്. ലിമിറ്റിന്റെ കേസിൽ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ എഫ് ഓഫ് സി ആകുന്നതേ ഉള്ളൂ. സീക്വൻസ്, ഇനി മൂന്നാമതുള്ളത് വളരെ പ്രധാനപ്പെട്ടതും പ്രാക്ടിക്കലി യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരെണ്ണം സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ആണ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, whenever xn converges to c and xn is in the sequence, xn നമ്മുടെ ഡൊമൈനിലായിരിക്കണം. ഇൻ ദ ഡൊമൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഏതാണോ ഡൊമൈൻ, ആ ഡൊമൈനിൽ നിന്ന് ഒരു സീക്വൻസ് എടുത്ത് സിയിലേക്ക് കൺവെർജ് ചെയ്താൽ then f of xn should converge to f of c. So ഇതിനെ വേറെ തരത്തിൽ എഴുതിയാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സാധനം ഉള്ളത് കൊണ്ട് ലിമിറ്റിന് പറഞ്ഞ അത് കാര്യങ്ങൾ തന്നെയാണ് ഈ മുകളിൽ പറയുന്ന ഈ മൂന്ന് കാര്യം നമ്മൾ കറസ്പോണ്ടിങ് ലിമിറ്റിന്റെ കേസിൽ പറഞ്ഞായിരുന്നു. സോ ദിസ് ഈസ് ദ ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. നൗ ഓൾജിബ്രൈക് കണ്ടിന്യൂറ്റി തിയറം പറയുന്നത് എന്താണ്? റഫിലി പറഞ്ഞു കഴിഞ്ഞാൽ ഓൾജിബ്രൈക് കണ്ടിന്യൂറ്റി തിയറം പറയുന്നത്, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നില്ല, ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ എഴുതിയതാണ്. എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു എഫ് കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ബൈ ജിയുടെ കാര്യത്തിൽ ഒരു പ്രൊവൈഡഡ് ഡിനോമിനേറ്റർ 0 ആകരുത്. സോ ഇതും നമ്മൾ ലിമിറ്റിന്റെ കേസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. ഇനി പറയാത്തൊരു പുതിയ കാര്യം ഞാൻ പറയുന്നത്, so I need to give some number, I don't know, okay, I01, then okay, already I have given I01, so I will put star. So പറയാത്ത ഒരു കാര്യം, I think we didn't discuss. So having said this, we can formalize the criterion for discontinuity. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ക്രൈറ്റീരിയ, ഇഫ് എഫ് ഈസ് ഫ്രം എ ടു ആർ, സി ബിലോങ്സ് ടു എ, let if there exists
a sequence xn in A where xn converges to C, but f of xn does not converges to f of C, then f is not continuous at C. ഒരു ക്രൈറ്റീരിയ ഫോർ ഡിസ്കണ്ടിന്യൂറ്റി സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഉപയോഗിച്ച് ചെയ്യാം. എപ്പോഴും നമുക്ക് ഹാൻഡി ആയിട്ട് വരുന്നത് കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് എന്ന് കാണിക്കാനോ വന്നാൽ ആദ്യം നിങ്ങൾ ശ്രമിക്കാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ആണ്. അപ്പം എന്താണ് ഡൊമൈനിലെ ഒരു സീക്വൻസ് സിയിലേക്ക് പോവുകയും പക്ഷേ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എഫ് ഓഫ് സിയിലേക്ക് പോകാതിരിക്കുകയും ചെയ്താൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകില്ല. ഇതും നമ്മൾ ലിമിറ്റിന്റെ കേസിൽ ഞാൻ എക്സാമ്പിൾ ക്ലാസ് ചെയ്തിരുന്നു, അതും ഒന്ന് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. So how to show that a polynomial function is all polynomials are continuous? So first what the solution is, so first what we will do, consider the function g of x is equal to x and f of x is equal to k. ഈ രണ്ട് ഫംഗ്ഷൻ എടുക്കുക where k is a constant, a element of R. ഈ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? സോ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എന്താ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്? g of x മൈനസ് ആൻഡ് c belongs to R, ഇതാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് അല്ലേ? സോ വാട്ട് ഈസ് ദിസ് എസ്റ്റിമേറ്റ്? ദിസ് ഈസ് x മൈനസ് c. സോ വാട്ട് ഈസ് ഐഡിയ? ഡെൽറ്റ എങ്ങനെ ചൂസ് ചെയ്യും? ചൂസ് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ. ദെൻ whenever mod x minus c less than delta, mod g of x minus g of c, which is exactly equal to mod x minus c, is less than delta, which is equal to epsilon. So we are done. നമ്മുടെ എപ്സിലോൺ ഡെൽറ്റ ഗെയിം കിട്ടി. ഓക്കെ, ഇത് സീക്വൻസ് ഉപയോഗിച്ചും പറയാം, പക്ഷെ ഇതൊക്കെ എപ്സിലോൺ ഡെൽറ്റ വെച്ച് ചെയ്ത് ശീലിക്കുന്നത് നല്ലതാണ്. ഇനി എഫിന്റെ കേസിൽ എന്താ? എഫിന്റെ കേസിൽ നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി. അതെന്താണ്? f of x k ആണ്, f of c k ആണ്, which is 0. So what is the choice of delta? Choose any delta. Then whenever mod x minus c less than delta, ഏത് ഡെൽറ്റ എടുത്താലും എന്തായാലും എപ്സിലോണിനെക്കാളും ചെറുതായിരിക്കുമല്ലോ. You can choose any. So constant. So what is the conclusion is identity function and constant functions are continuous on R. Continuous on R. നമ്മൾ സി എടുത്തത് ആറിലെ ഒരു ആർബിട്രറി പോയിന്റ് ആണ്. അതുകൊണ്ട് എല്ലാ പോയിന്റിലും, ആറിലെ എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ഫംഗ്ഷൻസും ഐഡന്റിറ്റി ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, an arbitrary polynomial function can be written as, ഒരു പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫോം എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ടൈം ഉണ്ടാവും, പിന്നെ ഒരു ഫസ്റ്റ് ഡിഗ്രി ടൈം, സെക്കൻഡ് ഡിഗ്രി ടൈം, അങ്ങനെ എത്ര ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആണോ അത്രയും ഡിഗ്രി, an x raised to n. So by algebraic continuity theorem, ഒരു സെന്റൻസ് കൂടെ വേണമെങ്കിൽ എഴുതാം.
So note that P of x is sums and products of g of x with different constant functions. അല്ലേ എക്സ് സ്ക്വയർ ഇപ്പൊ എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ കണ്ടിന്യൂസ് ആണ്, എക്സ് റൈസ് ടു എൻ കണ്ടിന്യൂസ് ആണ്, പിന്നെ അതേ ഇതിന്റെ ഒരു കോൺസ്റ്റന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ സോ ബൈ ഓൾജിബ്രൈക് കണ്ടിന്യൂറ്റി തിയറം ഇ ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ആർ. ഇതാണ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഓൺ ആർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് പോളിനോമിയൽസ് കണ്ടിന്യൂസ്. ആദ്യം നമ്മൾ എക്സും സിയും ചെയ്തു, പിന്നെ അത് ഉപയോഗിച്ചിട്ട് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സമ്മും പ്രൊഡക്റ്റും ആയതുകൊണ്ട് ബൈ ഓൾജിബ്രൈക് കണ്ടിന്യൂറ്റി തിയറം all the polynomials are continuous. All right, now our second example is following interesting function. It's a very important function. G of x is equal to x sin 1 by x if x not equal to 0, 0 if x is equal to 0. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കർവാ കിട്ടുക. എപ്പോഴും പ്രധാനപ്പെട്ട ഇത്തരം ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് മനസ്സിലുള്ളത് നല്ലതാ. ഇതിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ? ഇത് സീറോയ്ക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഓസിലേഷനാണ്. ഇങ്ങനെ ആക്ച്വലി ഇതൊരു ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്ന ഇതാണ്. പക്ഷെ സീറോയ്ക്ക് അടുത്തേക്ക് പോകുമ്പോൾ ആ ഓസിലേഷൻ ഭയങ്കര ഫാസ്റ്റ് ആവും, വളരെ അടുത്തുള്ള. അതുകൊണ്ടാണ് ആ ഡാർക്ക് സ്പോട്ട് ഇവിടെ കാണുന്നത്. ആക്ച്വലി അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് ഇത് വലുതാക്കും തോറും അത് അവിടെ ഗ്യാപ്പ് ഉണ്ട്. ആക്ച്വലി അത് ഡാർക്ക് ഷെയ്ഡ് അല്ല, പക്ഷെ അത്രയും അടുത്തടുത്തടുത്ത് ഓസിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഫംഗ്ഷൻ സീറോയ്ക്ക് അടുത്തേക്ക് പോകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ടാ പോകുന്നത്? സീറോയിലേക്കാണ് പോകുന്നത് അല്ലേ? സോ ഹൗ ടു ഷോ ദിസ്? ബാക്കി എല്ലാ സ്ഥലത്തും കണ്ടിന്യൂസ് എന്നുള്ളത് ട്രിവിയൽ ആണ്, കാരണം വളരെ നൈസ് ആയിട്ടുള്ള ഗ്രാഫാണ് അല്ലേ? സോ അത് കറക്റ്റ് പ്രൂഫായിട്ട് എഴുതുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എഴുതാം. ശ്രദ്ധിക്കുക, ഇത് കണ്ടിന്യൂസ് ഓൺ ആർ എന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്റെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് ഒറിജിനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ കാരണം കണ്ടിന്യൂസ് ഓക്കെ, ആദ്യം നമുക്ക് ഒറിജിൻ്റെ ചെയ്യാം, എന്നിട്ട് ഞാൻ അടുത്ത പറയാം. സോ ലെറ്റ് സി ഈസ് ഈക്വൽ ടു 0. 0യിലാണ് എനിക്ക് കണ്ടിന്യൂസ് എന്ന് കാണിക്കേണ്ടത്. എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താ? g of x minus g of 0 അല്ലേ? വാട്ട് ഈസ് g of x? This is x sin 1 by x minus g of 0 ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ? 0 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ 0 which is equal to mod x sin 1 by x. ഈ സൈൻ എക്സിന്റെ മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സൈൻ തീറ്റ എപ്പോഴും ഒന്നിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എഴുതാം. എനിക്ക് ഇതാണ് എപ്സിലോണിനെക്കാളും ചെറുതെന്ന് കിട്ടേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? given epsilon greater than 0, choose delta is epsilon. So whenever mod x minus 0, which is mod x less than delta, which is essentially epsilon, so this will be less than delta, and that is equal to actually കുറച്ചുകൂടെ ഇതായിട്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് എനി ഡെൽറ്റ 0 ലെസ് ദാൻ ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ. ഈക്വൽ ടു എടുത്താലും കുഴപ്പമില്ല ഈ കേസിൽ, പക്ഷെ കറക്റ്റ് കുറച്ചുകൂടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് 0 ലെസ് ദാൻ എനി ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ. ദാറ്റ് വിൽ ഗിവ് യു ദ ഗിവൺ required estimate. So this shows that, so we are done, right? So G is continuous at 0. ഇവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഒന്നും ആവശ്യമില്ല, കാരണം ആ സൈനിന്റെ ആ ഒരു സ്ട്രോങ് ബൗണ്ട് ഉള്ളതുകൊണ്ട് എളുപ്പം എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി 0 ഒഴിച്ചുള്ള പോയിന്റുകളിൽ എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് സി നോട്ട് ഈക്വൽ ടു 0, സി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ല പോയിന്റ് ആയിരിക്കും അല്ലേ? എവിടെയോ ആ കേസിൽ വാട്ട് ഈസ് മൈ ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ജി ഓഫ് സി, അറ്റ്ലീസ്റ്റ് ജി ഓഫ് സി എന്ന് പറയുന്നത് എന്താ? സി സൈൻ 1 ബൈ സി ആണ് അല്ലേ?
സോ ഈ കേസിൽ എളുപ്പ വഴി എന്ന് പറയുന്നത് വി വിൽ യൂസ് ചെയിൻ റൂൾ. ബൈ ചെയിൻ റൂൾ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് സി. അപ്പൊ നമുക്ക് ആ ചെയിൻ റൂൾ എന്താണെന്ന് അറിയണം. ഞാൻ തൊട്ട് താഴെ ചെയിൻ റൂൾ പറയുന്നുണ്ട്. നമുക്ക് ആ ചെയിൻ റൂൾ എന്താണെന്ന് നോക്കാം. ചെയിൻ റൂൾ അല്ല, കുറച്ച് പറഞ്ഞ ചെയിൻ റൂൾ ഡിഫറൻസിയേഷനാണ് പറയുന്നത്. കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഞാൻ പറയാൻ കാരണം ഇവിടെ നേരിട്ട് കണ്ടിന്യൂസ് എന്ന് കാണിക്കുന്നതിന് പകരം എക്സ് സൈൻ 1/x എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും സൈൻ ഫംഗ്ഷന്റെയും 1/x എന്ന് പറയുന്ന ഫംഗ്ഷന്റെയും കൂടെ കോമ്പോസിഷൻ ആണ്. അപ്പോൾ ഇൻഡിവിജ്വലി അത് അറിയാമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കോമ്പോസിഷന്റെയും കണ്ടിന്യൂറ്റിയെ പറ്റി പറയാൻ പറ്റും. സോ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ പറയുന്നത് മീൻസ് തിയറം പറയുന്നത്, സോ സപ്പോസ് എഫ് ഈസ് എ ഫ്രം എ ടു ആർ, ജി ഈസ് ഫ്രം ബി ടു ആർ. കോമ്പോസിഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇത് എ, ഇത് ബി, എഫ് ഈസ് ഫ്രം എ ടു ബി, എഫ് ഈസ് ഫ്രം എ ടു ആർ, ബട്ട് it should lie on. So what is composition? G composition f of x എന്ന് പറഞ്ഞാൽ g of f of x ആണ്. എനിക്ക് g എഫിന്റെ ഇമേജിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതായത് എഫിന്റെ ഇമേജ് ഇതിനകത്ത് കിടന്നാലേ എനിക്ക് അടുത്ത് g ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ വി നീഡ് എ കണ്ടീഷൻ. എഫ് ഈസ് ഫ്രം എ ടു ആർ, ജി ഈസ് ഫ്രം ബി ടു ആർ, എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ സെറ്റാണ് എഫിന്റെ ഇമേജ്. ഈ ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം? ബിക്കകത്ത് ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഇവിടെ വരച്ചത്. ഈ എഫിന്റെ ഇമേജ് എഫ് ഓഫ് എ എന്ന് പറയുന്ന ഇമേജ് ഇതിനകത്ത് കിടക്കണം. ഇതിനകത്ത് കിടന്നാലേ എനിക്ക് അവിടെ ജി ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ, അതുണ്ടെങ്കിൽ I can define the function g composition f, which is defined by g of f of x. Okay, so g composition f is a function from a to r. a യിൽ നിന്ന് r ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടതിൽ if I take f of x is equal to x, g of x is equal to sin x, h of x is equal to 1/x, then what is g composition h of x? That is g of h of x, that is g of 1/x, that is sin 1/x, right? What is f composition g composition h of x? This f of g composition h of x. I am sorry, I have to take അത് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഐ എം സോറി, എനിക്ക് വേണ്ട ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി. നൗ വാട്ട് ഐ വിൽ ഡു ഇസ്, ശ്രദ്ധിക്കുക, അത് കിട്ടി. നൗ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ f into g composition h? Okay, this is defined as f of x into g composition h of x. Now what is f of x? X. What is g composition h of x? Sin 1/x. അപ്പോൾ എൻ്റെ ആ എക്സ് സൈൻ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ആണ്. അപ്പോൾ ജി കണ്ടിന്യൂസ് ആണ്, എച്ച് കണ്ടിന്യൂസ് ആണെങ്കിൽ എൻ്റെ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ തിയറം പറയുന്നത് ജി കോമ്പോസിഷനും കണ്ടിന്യൂസ് ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? ജി കോമ്പോസിഷൻ എഫ് കണ്ടിന്യൂസ് എന്ന് കിട്ടും. ഇനി എഫ് ഓൾറെഡി കണ്ടിന്യൂസ് ആണ്, അപ്പം ഇനി അതിൻ്റെ പ്രൊഡക്റ്റും കണ്ടിന്യൂസ് ആണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും? എഫ് ഇൻറ്റു ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് കണ്ടിന്യൂസ് എന്ന് കിട്ടും. അതായത് എക്സ് സൈൻ 1/x കണ്ടിന്യൂസ് എന്ന് കിട്ടും. അവിടെ സീറോയിൽ ഡെഫിനിഷൻ വേറെ ആയതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ചെയ്തത്. സീറോ അല്ലാത്ത കേസിൽ കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൾജിബ്ര, രണ്ടും കൂടെ ചേർത്ത് വേണമെങ്കിൽ യു ക്യാൻ സേ ഓൾജിബ്രായിക് കണ്ടിന്യൂറ്റി തിയറം കമ്പോസ്ഡ് വിത്ത് കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ. അത് രണ്ടും കൂടെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് you will easily get that this x sin 1/x is continuous for x not equal to 0. So അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ now the question is how to prove this theorem, composition of continuous function. That is very easy. The idea is use the sequential criteria. I will write the exercise ആണ് തോന്നുന്നു പുസ്തകത്തിൽ. So what is the proof of composition of continuous function? Let
P belongs to A. And the domain G composition F domain A ആണല്ലേ, എയിൽ നിന്നൊരു സീക്വൻസ് എടുക്കുക. Xn is a sequence in A. Since okay, I will say I should say with Xn converges to C, right? Since F is continuous at C, f of xn converges to f of c by sequential criteria. By sequential criteria, f of xn converges to f of c. Okay. As G is continuous at f of c. f of c എവിടുത്തെ എലിമെന്റ്? B യിലെ എലിമെന്റ് അല്ലേ? G of f of xn ഒരു കറക്റ്റ് ഒരു സെന്റൻസ് കൂടെ എഴുതിയാൽ അത് പൂർണ്ണമാവും. അതുകൂടെ എഴുതാം. നൗ എഫ് ഓഫ് എക്സ് എൻ, ഈ എഫ് ഓഫ് എക്സ് എൻ ഒരു സീക്വൻസ് ആണ് അല്ലേ? ഈസ് എ സീക്വൻസ് ഇൻ, എവിടുത്തെ സീക്വൻസാ? എഫിന്റെ ഇമേജ് എല്ലാം ബിക്കകത്തുണ്ട്. ഈസ് എ സീക്വൻസ് ഇൻ ബി. ആസ് ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് സി ബിലോങ്സ് ടു ബി ബൈ സീക്വൻസ്, അഗൈൻ യൂസിങ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ, G of f of xn converges to G of f of c. What is G of xn? F of xn, G composition f of xn converges to G composition f of c. Hence, by sequential criteria, G composition f is കണ്ടിന്യൂസ് അറ്റ് സി. ഈ സി എന്ന് പറയുന്നത് ആറിലെ ഒരു ആർബിട്രറി പോയിന്റ് ആയിരുന്നു. സിൻസ് സി ബിലോങ്സ് ടു എ വാസ് ആർബിട്രറി പോയിന്റ്. ഇൻ എ വാട്ട് വി വിൽ ഗെറ്റ്? ജി കോമ്പോസിഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും ഇൻ ദ അപ്രോപ്രിയേറ്റ് കറസ്പോണ്ടിങ് പോയിന്റ്സ് ആൻഡ് ഡൊമൈൻസ്. സോ യൂസിങ് ദാറ്റ് ഐ ഓൾറെഡി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് x sin n by 1 by x. So using this we can easily using this and algebraic continuity theorem, we can easily show that x sin 1 by x is continuous on c not equal to 0. Already നമ്മൾ മുകളിൽ c equal to 0 പറഞ്ഞു. c equal to 0 നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഇനി c not equal to 0 നമ്മൾ എങ്ങനെയാ പ്രൊസീഡ് ചെയ്യുക? 3 ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എടുത്താൽ മതി. അല്ലാതെ ഇവിടെ ഞാൻ പ്രൂഫ് എഴുതിയിട്ടുണ്ട്. യു കൺസിഡർ ദ 3 ഫംഗ്ഷൻസ് ഗിവൺ ബൈ ദിസ്. അങ്ങനെയാണെങ്കിൽ എക്സ് സൈൻ 1 ബൈ എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ജി കോമ്പോസിഷൻ എച്ചും എഫും തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ കോമ്പോസിഷൻ കണ്ടിന്യൂസ് ആണ്, പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എക്സ് സൈൻ 1 ബൈ എക്സ് ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണെന്ന് വരും. ഓക്കെ, all right. Now what? So that was the first that was about x sin 1 by x, and already we proved that the composition of continuous functions is continuous, right? Now the second example is the box function. Box function is greatest integer function. എന്നത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്റർ തന്നെ കണ്ടിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഓരോ വാല്യൂയിലും ഇപ്പോൾ
ഈ ഇൻ്റർവെല്ലാണെങ്കിൽ 0 ആണ് വാല്യൂ. 1 മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് 2ന് തൊട്ട് താഴെ വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. 2 മുതൽ 3ക്ക് തൊട്ട് താഴെ വരെ അതിൻ്റെ വാല്യൂ 2 ആണ്. അങ്ങനെ സിമിലർലി നെഗറ്റീവ് നമ്പേഴ്സ്. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ബോക്സ് എക്സ്. നമ്മൾ പറഞ്ഞ പോലെ സാധാരണ ഒറ്റ ബോക്സ് ആയിരുന്നു. നമ്മുടെ പുസ്തകത്തിൽ 2 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നൊട്ടേഷൻ. ഒറ്റ ബോക്സ് ഇട്ടാലും തെറ്റൊന്നുമില്ല. So here what we have to do is we have to show that this function is discontinuous at each integer. ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ? ഗ്രാഫ് കാണുമ്പോൾ ഓരോ ഇൻറ്റിജർ എത്തുമ്പോഴും അതൊരു ചാർട്ടാണ്, മുകളിലേക്ക് ചാടുക. അത് കണ്ടിന്യൂസ് അല്ല. പക്ഷെ ഇൻറ്റിജർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും സ്മൂത്ത് കർവ് തന്നെയാണ്. എല്ലായിടത്തും വളരെ സ്മൂത്താണ്. പക്ഷെ വൺസ് ഇഫ് യു ടച്ച് ആൻ ഇൻറ്റിജർ യു ഹാവ് ടു ജംപ് അപ്വേർഡ് ഓർ യു ഹാവ് ടു ജംപ് ഡൗൺവേർഡ്. സോ രണ്ട് സൈഡിലേക്കും പോകും. അപ്പോൾ ഒന്നാമത്തത് എങ്ങനെയാണ് കാണിക്കുക? ഒന്നാമത്തത് അവിടെ ഐഡിയ അവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ആണ് എളുപ്പം. അതായത് സപ്പോസ് ഐ സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻറ്റിജർ, സേ I start with an integer here, say it is m. Okay, you have to find a sequence xn which converges to m, but h of xn should not converge to. So എന്തായിരിക്കും ഐഡിയ? യു ടേക്ക് എ സീക്വൻസ് ഫ്രം ഹിയർ. അപ്പോൾ ഇവിടെയെല്ലാം അതിന്റെ വാല്യൂസ് എന്തായിരിക്കും? തൊട്ട് താഴെയുള്ള m-1 ആയിരിക്കില്ലേ? m-1 ആയിരിക്കില്ലേ? അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. Let m belongs to Z. Consider the sequence. എമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് എടുക്കാൻ പറഞ്ഞാൽ എളുപ്പം എന്ന് പറഞ്ഞാൽ xn by xn ഈക്വൽ ടു എന്തെടുത്താൽ മതി? m-1/n എടുത്താൽ. ക്ലിയർലി xn converges to what? m. ഞാൻ ആ ഫിഗറിൽ വരച്ചിരിക്കുന്ന പോലെ n ടെൻഡിങ് ടു ഇൻഫിനിറ്റി പോകുമ്പോൾ 1/n 0ലേക്ക് വീഴും. അപ്പോൾ xn m-ലേക്ക്. ബട്ട് വാട്ട് ഈസ് h of xn? m-1/n എന്ന് പറയുന്നത് എല്ലാം m-നേക്കാളും തൊട്ട് താഴെയുള്ള ഇൻറ്റിജറാണ്. അവിടെയൊക്കെ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1/n എന്താ? m-1 ആണ് തൊട്ട് താഴെ. ഫിഗർ ആലോചിക്കുക. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് സീക്വൻസ് ആണ്. h of xn എന്ന് പറയുന്നത് m-1 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 എന്ന് പറയുന്ന സീക്വൻസ്. അതെങ്ങോട്ടാ കൺവേർജ് ചെയ്യുക? വിച്ച് കൺവേർജസ് ടു കോൺസ്റ്റന്റ് സീക്വൻസ് ആ നമ്പറിലേക്ക് തന്നെ കൺവേർജസ് ടു m-1. Hence h of xn does not converges to what? h of m. h of m എന്ന് പറയുന്നത് m ആണ് അല്ലേ? സോ ഫംഗ്ഷൻ h എന്ന് തന്നെയാണോ വിളിച്ചത്? h എന്ന് തന്നെയാണ്. സോ it is not continuous at m. As m belongs to z was arbitrary. നമ്മളൊരു ആർബിട്രറി പോയിന്റ് എടുത്താണ് അത് ആർഗ്യൂ ചെയ്തത്. അതുകൊണ്ട് h is not continuous അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ്. കുറച്ചുകൂടെ നല്ല വേർഡ്. ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസിന് പകരം ഇറ്റ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഓൺ z. ഇൻഡിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ഇൻറ്റിജർ എല്ലാം ഫിഗർ വെച്ച് ആലോചിക്കുന്നതാണ് എളുപ്പമാണ്. ഫിഗറാണ് ഏറ്റവും എളുപ്പം. ഇത്തരം ഐഡിയ എല്ലാം ഫിഗറിൽ നിന്നാണ് വരുന്നത്. എഴുതുമ്പോൾ ഓൾജിബ്ര ഉപയോഗിച്ചാണ് എഴുതുന്നതെങ്കിലും ഐഡിയ കിട്ടുന്നത് മുഴുവൻ ഫിഗറിൽ നിന്നാണ്. ഓക്കെ, ഇനി ഇൻറ്റിജർ അല്ലാത്തൊരു പോയിന്റ് എടുത്താൽ എന്താ സംഭവിക്കുക? ഇൻറ്റിജർ അല്ലാത്തൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ ഒരു സി എടുത്തു. സി എന്ന് പറയുന്നത് h of c എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലെ? h of c എന്ന് പറയുന്നത് h of c എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള ഇതായിരിക്കും. ബോക്സ് സി എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന കേസിൽ 5 ആണ്.
ഓക്കെ, അവിടെ ഒരു ഐഡിയ എന്താണെന്ന് അറിയോ? നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എനിക്കൊരു ഡെൽറ്റ ചൂസ് ചെയ്യണം അല്ലേ? ഡെൽറ്റ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് എടുക്കുന്ന രീതിയിൽ ചൂസ് ചെയ്താൽ അവിടെ എല്ലാം ഇവിടുന്ന് ഏത് എക്സ് എടുത്താലും ഇതിനകത്തുനിന്ന് ഞാൻ ഏത് എക്സ് എടുത്താലും അവിടെയൊക്കെ ബോക്സ് എക്സ് എന്ത് തന്നെയായിരിക്കും? 5 തന്നെയായിരിക്കും. അപ്പൊ എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആ മോഡ് എച്ച് ഓഫ് എക്സ് മൈനസ് എച്ച് ഓഫ് സി എന്ന് പറയുന്നത് എപ്പോഴും എന്തായി പോകും? എന്തായി പോകും? 0 ആയി പോകും അല്ലേ? കാരണം എല്ലാം രണ്ടും 5 തന്നെ. ദാറ്റ് ഈസ് ഐഡിയ. സീ ദാറ്റ്. സോ എഴുതുമ്പോൾ ഇങ്ങനെ വരും. ഇഫ് C belongs to R, C not belongs to Z, then always then C എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു n-നും n+1-നും ഇടയ്ക്കായിരിക്കും അല്ലേ? ഫോർ സം n belongs to Z. ഞാൻ മുകളിൽ വരച്ചു നോക്കും. മുകളിൽ വരച്ച ആ C എന്ന് പറയുന്നത് അവിടെ 5-നും 6-നും അവിടെ 5-നും 6-നും ഇടയ്ക്കായിരുന്നു. ഇൻ ജനറൽ അതൊരു n-നും n+1-നും ഇടയ്ക്കായിരിക്കും. So given epsilon greater than 0, what is the estimate we want to find? H of x minus h of c. That is box x minus box c. So what is the idea? ഡെൽറ്റ ഇന്റർവെലിനകത്ത് കിടക്കണം അല്ലേ? ഏത് ഇന്റർവെലിനകത്ത് കിടക്കണം? ഈ പറഞ്ഞ n+1 c ഇവിടെ വല്ലതായിരിക്കും. ഇപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് നിൽക്കണം. മീൻസ് സി മൈനസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് നിൽക്കണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഉണ്ടല്ലോ, അതിന്റെ മിനിമം എടുത്താൽ പോരെ ഡെൽറ്റ. ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് അതിനകത്ത് കിടക്കും. പക്ഷെ ഈ വലിയ ഡിസ്റ്റൻസ് എടുത്താൽ അതിന് പുറത്തു പോകും. റൈറ്റ്? അപ്പം എനിക്ക് ഈ ഡിസ്റ്റൻസിന്റെയും മിനിമം എടുത്താണ്. Choose delta is equal to minimum of c minus n, മറ്റേ ഡിസ്റ്റൻസ് ഏതാ? n+1 മൈനസ് c. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ? then the interval c minus delta c plus delta will be contained in the interval n+1. അപ്പോൾ the advantage is ആ കേസിലെല്ലാം ബോക്സ് എക്സ് എന്തായിരിക്കും? ബോക്സ് എക്സ് എന്ന് പറയുന്നത് n തന്നെ ആയിരിക്കും. ബോക്സ് സി എന്ന് പറയുന്നതും n തന്നെ ആയിരിക്കും, വിച്ച് ഈസ് 0. or mod x minus c less than delta. അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ എഴുതി വന്ന ലാംഗ്വേജിൽ or x belongs to c minus delta c plus. രണ്ടും ഒരേ കാര്യം തന്നെ അല്ലേ? സോ വി ആർ ഡൺ. ഇവിടെ എപ്സിലോൺ ഡെൽറ്റ ഗെയിം അവിടെ ശരിയായി. So what is the conclusion? Hence h is continuous on c not belongs to c. ഇൻഡിജേഴ്സ് അല്ലാത്ത കേസിലെല്ലാം ബോക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഗുഡ് എക്സാമ്പിൾ. പുസ്തകത്തിലൊരു പ്രൂഫ് ഉണ്ട്. അത് ടോപ്പോളജിക്കൽ എന്ന് ഞാൻ പറഞ്ഞ ഈ ഡെൽറ്റ വെച്ചിട്ട് അതുകൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാ. ബട്ട് ദിസ് ഈസ് ഓൾസോ ഫൈൻ. അത് കുറച്ചുകൂടെ ഒറ്റ സെന്റൻസിൽ എഴുതാം. നോട്ട് എക്സാക്ട്ലി ഏതാണ്ട് ആർഗ്യുമെന്റ് തന്നെ, ബട്ട് അത്തരം അതും അറിഞ്ഞിരിക്കണം നല്ലതാ. നിങ്ങൾ ഹയർ ഇതിലേക്ക് പോകുമ്പോൾ അപ്പോൾ കണ്ടിന്യൂറ്റി ഒക്കെ ജനറലൈസ് ചെയ്ത് പഠിക്കേണ്ട അവസ്ഥ വരുവാണെങ്കിൽ ആ ഐഡിയയും നല്ലതാണ്. എനിവേ, ദിസ് ഈസ് ഫൈൻ. നൗ ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ഷോ ദാറ്റ് f of x equal to root x is continuous on positive. നെഗറ്റീവിൽ root x ഡിഫൈൻഡ് അല്ല, അതുകൊണ്ട് there is no point of saying x less than 0. So this is the graph of root x, the root of. Okay, always
keep the graphs on your mind. ഏറ്റവും എളുപ്പം അനാലിസിസ് പഠിക്കാൻ ഏറ്റവും എളുപ്പം ഫങ്ഷൻസിന്റെ ഗ്രാഫും ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ it will be. So here already I have written the idea. Actually you can do yourself. I'll roughly write. So the idea is, what is this is same as mod x root x minus root c into ഇതിന്റെ കോൺജുഗേറ്റ് ഉണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ഇതുണ്ടാവും. this becomes x minus c by root x plus root c. ഈ റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ് അല്ലേ, സീറോ ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിനും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ്. അതുകൊണ്ട് ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് ഈ ഒരു റൂട്ട് എക്സ് ഒഴിവാക്കി കളഞ്ഞാൽ ഡിനോമിനേറ്റർ കുറയും, അപ്പോൾ മൊത്തം ക്വാണ്ടിറ്റി കൂടും അല്ലേ, ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് സി ബൈ റൂട്ട് സി. സോ ദാറ്റ് മീൻസ് mod root x minus root c is less than or equal to mod x minus c by root c. So what is the idea? Now to estimate given epsilon greater than 0, choose delta less than root c epsilon. Then here you will get less than or equal to so whenever mod x minus c less than delta, this is less than or equal to less than delta by root c. നമ്മുടെ ചോയ്സ് അനുസരിച്ച് this is less than or equal to delta root c epsilon നെക്കാളും ചെറുതാണ് by root c which is equal to epsilon. So we are done. Okay. Therefore f is continuous. So f is continuous at c. Means the element of A are നമ്മുടെ domain. Non-negative real numbers was arbitrary. F is continuous on A. So that is also fine. This already we have discussed. Now further problems എക്സസൈസിലത് ഞാൻ ഒരെണ്ണം മാത്രം ഇവിടെ ചെയ്യുന്നു, ബാക്കി ട്രൈ ചെയ്യുക സമയം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് പ്രോബ്ലം സോൾവ് ചെയ്തിടാം. ചിലതൊക്കെ ചെയ്യാവുന്നതാണ്, ചിലത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൾജിബ്രൈക് കണ്ടിന്യൂറ്റി തിയറത്തിന്റെ പ്രൂഫ് ഒക്കെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ് റൈസ് ടു 1/3 കണ്ടിന്യൂസ് ആയിട്ട് 0 എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന സൊല്യൂഷനെക്കാളും ഒരു ഈസി സൊല്യൂഷൻ ഉണ്ട് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ഓൾറെഡി ഡെറിവേറ്റീവ്സ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഞാൻ പറയാം. പക്ഷെ ഇവിടെ ഞാൻ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാതെ ഒരു പ്രൂഫ് പറയുകയാണ്. കുറച്ച് കൂടെ പണിയെടുക്കേണ്ടി വരുന്നുണ്ട്, ഒന്ന് ഓടിച്ച് പറയാം. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് കാണിക്കേണ്ടത്. ഒന്ന് സി ഈക്വൽ ടു 0 കണ്ടിന്യൂസ് കാണിക്കണം, സി നോട്ട് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് കാണിക്കണം. ഇതാണ് എൻ്റെ ഗ്രാഫ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രാഫാണ്. എക്സ് റൈസ് ടു 1/3 ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പതിഞ്ഞ് തുടങ്ങി വന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള പോക്കാണ്. ഇങ്ങനെയാവും, ഇത് അത്ര സുഖമുള്ള പോക്കല്ല. ഉണ്ടോ? ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ടാൻജന്റിന്റെ സീക്കൻഡ് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഇതിനെ കണക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് സീക്കൻഡ് ലൈൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് സഡൻലി ഷൂട്ടായിട്ട് നേരെ സ്ട്രൈറ്റ് ആവും അല്ലെ. സ്ട്രൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്ലോപ്പ് എന്താവും, π/2 ആവും. ഇപ്പം tan π/2 ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് എക്സ് റൈസ് ടു 1/3 0 ഡിഫറൻഷ്യബിൾ അല്ല. ബാക്കി എല്ലായിടത്തും അത് ഡിഫറൻഷ്യബിൾ ആണ്, പക്ഷെ 0 വരുമ്പോൾ അത് ടാൻജന്റ് സ്ലോപ്പ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പൊ അതാണ് ആ ഗ്രാഫിന്റെ പ്രത്യേകത. അപ്പോ ഇത് 0 കാണിക്കാൻ രണ്ട് കേസായിട്ട് എടുക്കുക. ഇഫ് സി ഈക്വൽ ടു 0 നമുക്ക് വേണ്ട എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങൾ എഴുതി തുടങ്ങേണ്ട ഇവിടുന്ന് കേട്ടോ, ഇങ്ങോട്ടുള്ളത് പിന്നെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇതാണ്. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഗ്രാഫിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഗ്രാഫിൽ നിന്ന് അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അത് ആവശ്യമുണ്ടോ? ഇവിടെ ഇപ്പൊ അത് ആവശ്യമുണ്ട്. സോ എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് mod x raised to 1/3 which is same as mod x raised to 1/3. ഇത് എപ്സിലോൺ എന്ന് കിട്ടാൻ എനിക്ക് mod x എന്തിനേക്കാളും ചെറുതാ മതി,
എപ്സിലോൺ ക്യൂബിനെക്കാളും ചെറുതായാണ്. ഗ്രാഫ് ആ സീറോയ്ക്ക് അടുത്തുള്ള ആ ഒരു ബിഹേവിയർ അങ്ങനെയായിരുന്നു. ഇവിടുത്തെ ഡെൽറ്റയുടെ ചോയ്സ് എന്ന് പറയുന്നത് can choose any delta ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ക്യൂബ്. തന്നിരിക്കുന്ന എപ്സിലോണിന്റെ ക്യൂബിനെക്കാളും ചെറുതായിട്ടുള്ള ഒരു ഇതെടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാല്യൂ വിൽ ഗെറ്റ് ഫ്രം ഹിയർ വിൽ ഗെറ്റ് മോഡ് എക്സ് റൈസ് ടു 1/3 എന്ന് കിട്ടും. ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ക്യൂബ് ദ ഹോൾ റൈസ് ടു 1/3 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. വി ആർ ഡൺ. സീറോയിൽ അങ്ങനെയാ ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ കേസ് വെൻ സി ഈക്വൽ ടു 0. Now if C not equal to 0, അവിടെ കുറച്ച് പണി ഞാൻ എടുക്കേണ്ടി വരും. ഫസ്റ്റ് തിങ് യു ഹാവ് ടു നോട്ട് this one. ഇത് ഞാൻ ചെയ്യുന്നില്ല. ദിസ് ഈസ് യൂസിങ് ദ ഐഡന്റിറ്റി a cube minus b cube is equal to a minus b into a square plus ab plus b square. ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉപയോഗിച്ചിട്ട് എക്ക് പകരം എക്സും ബിക്ക് പകരം വൈയും എടുക്കുക. സോറി, എക്ക് പകരം യു ഹാവ് ടു ടേക്ക് എക്സ് റൈസ് ടു 1/3, ബിക്ക് പകരം വൈ എന്താ പറയുക സി റൈസ് ടു 1/3 എടുക്കും. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്താണ്. വി വിൽ ഗെറ്റ് ദിസ്. So mod x raised to 1/3 minus c raised to 1/3 is less than or equal to this thing. ഇത് നമ്മുടെ കയ്യിലുണ്ട്. Now if you do some experiment, you can get this delta. എനിക്കും കുറച്ച് എഴുതിയൊക്കെ നോക്കിയപ്പോഴാണ് കിട്ടിയത്. കുറച്ച് എഴുതി നോക്കുമ്പോൾ you will get this delta. ജോമെട്രിക്കൽ ആണ് ആർഗ്യുമെന്റ്സ് അവിടെ ഐഡിയ കിട്ടുന്നത്. ബട്ട് യു ട്രൈ യുവർ സെൽഫ്. സംബഡി വാണ്ട് മീ ടു എക്സ്പ്ലെയിൻ, ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ പേഴ്സണലി. I will explain how I got this delta. So then for better solution ഉണ്ടോന്ന് എനിക്കറിയില്ല, but I got this delta. So then for mod x minus c less than delta, always you have this. This I got from the following. മോഡുലസ് ഓഫ് മോഡ് എക്സ് മൈനസ് മോഡ് സി എന്ന് പറയുന്നത് എപ്പോഴും മോഡ് എക്സ് മൈനസ് സിയെക്കാളും ചെറുതായിരിക്കും അല്ലേ? അപ്പൊ ഇതാണ് ഞാൻ ഡെൽറ്റയെക്കാളും ചെറുതായത്. ഈ ഡെൽറ്റ എന്തിനേക്കാളും ചെറുതാ? മോഡ് സി ബൈ 2 ക്യൂബിനെക്കാളും ചെറുതാ. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇതിൽ നിന്ന് ആദ്യത്തെ അവസാനത്തെ കിട്ടും. ഇതും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് മോഡ് സി ബൈ 2 ക്യൂബ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് മോഡ് സി ലെസ് ദാൻ പ്ലസ് മോഡ് സി ബൈ 2 ക്യൂബ് എന്ന്. അപ്പൊ ഇതില് ഈ മൈനസ് മോഡ് സി ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് മീൻസ് മോഡ് എക്സ്, ഈ ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കുമ്പോൾ മോഡ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ കിട്ടും മോഡ് സി മൈനസ്. ഓക്കെ, അവിടെ റോങ്. ഐ എം സോറി അവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ 2 എടുത്താൽ മതി. ദെൻ യു ഹാവ് ടു ടേക്ക് ഹിയർ 2 റൈസ് ടു 1/3. ലെറ്റ് മീ സി. സോ യു വിൽ ഗെറ്റ് this is 2 mod c ഇപ്പുറത്ത് വരുമ്പം എന്ത് കിട്ടും? mod c മൈനസ് mod c by 2 എന്താവും? mod c by 2, mod x greater than. So what I will get is there will be a correction here. Mod x greater than mod c by 2 എന്ന് കിട്ടും. That means 1 by mod x raised to this thing is greater than എന്ത് വരും? 2 raised to 1/3 by mod c raised to 1/3 എന്ന് വരും. So hence this difference is ഇതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. Now that is less than mod x minus c ഞാൻ ലെസ് ദാൻ ഡെൽറ്റ എടുത്തു കഴിഞ്ഞാൽ this is less than delta into ഇവിടെ എന്ത് വേണം? 2 raised to 1/3 വേണം. 2 raised to 1/3 by mod c raised to 2/3. mod c raised to 2/3 കിട്ടിയത് ഇത് ഓൾറെഡി ഇവിടെ നിന്നൊരു മോഡ് സി റൈസ് ടു 1/3 കിട്ടും. ഇവിടെ ഓൾറെഡി ഒരു മോഡ് സി റൈസ് ടു 1/3 ഉണ്ട്. അതാണ് ഇത് മോഡ് സി റൈസ് ടു 2/3. നൗ ദിസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ എന്തിനേക്കാളും ചെറുതാ? ഡെൽറ്റ മോഡ് സി റൈസ് ടു 2/3 by 2 raised to 1/3 ചെറുതാ. അപ്പൊ എനിക്ക് ഇവിടെ
എപ്സിലോൺ ഇൻറ്റു അപ്പോൾ എനിക്ക് അതിന് പകരം എപ്സിലോൺ ഇൻറ്റു മോഡ് സി റേസ് ടു 2/3 ഇൻറ്റു ദിസ് എന്ന് റീപ്ലേസ് ചെയ്യും. ഇതൊരു 2/1/3 ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് എപ്സിലോൺ. ഡൺ. ഓക്കെ, therefore f is continuous at R. അപ്പോൾ ഇതൊന്നുകൂടെ നോക്കുക. ഞാൻ ഇവിടെ ഒരു കറക്ഷൻ എനിക്ക് വന്നായിരുന്നു, അത് ഞാൻ മാറ്റി. ഇവിടെ 2 ആയിരുന്നു വേണ്ടത്. അതർവൈസ് ആൾസോ ഇറ്റ് വർക്ക്സ്, ബട്ട് എക്സ്പ്രഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് മോഡ് എക്സ് എക്സ് റേസ് ടു 1/3 continues on R, the proof without using derivative. ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് കുറച്ചുകൂടെ ഈസി പ്രൂഫ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം.